18 വർഷം മുമ്പ് 40ാമത്തെ വയസ്സിലായിരുന്നു ഇന്ത്യൻ വംശജ സുനിത വില്യംസിൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര. ഇപ്പോൾ 58ാമത്തെ വയസ്സിൽ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് സുനിത വില്യംസ്. ബോയിങ് സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിൻ്റെ പ്രഥമ മനുഷ്യ ദൗത്യത്തിലാണ് സുനിത വില്യംസ് ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്. രണ്ട് ബഹിരാകാശ ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ഇതുവരെ 322 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. 2006 ആദ്യ യാത്ര, 2012 രണ്ടാമത്തെ യാത്രയും നടത്തി. ഇപ്പോഴിതാ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ ആദ്യ പരീക്ഷണ യാത്രയിലും ഇടം നേടിയിരിക്കുന്നു. മെയ് 6 ഫ്ലോറിഡയിലെ കേപ്പ് കാനവറൽ വിക്ഷേപണത്തറയിൽ നിന്ന് സുനിത വില്യംസ് തന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്ര ആരംഭിക്കും. ബോയിങ്ങിന്റെ CST-100 സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനം യാത്രയ്ക്കായി തയ്യാറെടുപ്പ് തുടങ്ങി. യുണൈറ്റഡ് ലോഞ്ച് അലയൻസിന്റെ അറ്റ്ലസ് 5 റോക്കറ്റിലാണ് പേടകം ബഹിരാകാശത്തെത്തിക്കുക. നാസയിലെ ബഹിരാകാശ യാത്രികനായ ബുച്ച് വിൽമോറും സുനിതയ്ക്കൊപ്പമുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഒരാഴ്ചയോളം തുടരും. ഈ പരീക്ഷണ പറക്കലിന്റെ വിജയത്തിനു ശേഷം ബോയിങ് സ്റ്റാർലൈനറിന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ദൗത്യയാത്രകളുടെ ഭാഗമായി നാസ സർട്ടിഫൈ ചെയ്യും. റിസർച്ച് ഡെസ്ക് 24.